അമേരിക്കയിൽ വലിയ ചർച്ചയിലായിരുന്നു രാഹുൽ ഗാന്ധി. അതിനിടയിലാണ് ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി ഞെട്ടിവിറച്ചത്. കാരണം അദ്ദേഹം ഇന്ത്യ പിടിക്കാൻ നടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള പഞ്ചാബിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത്. എന്താണ് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും നല്ല രസകരമായൊരു സംവാദമാണ് അത്. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സന്ദർശനം നടത്തുകയാണെന്നുള്ളത് അറിയാമല്ലോ. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിലാണ് ഈ സംവാദം സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ വിദ്യാർത്ഥികളുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്നതിനിടയിൽ രാഹുൽ പറഞ്ഞു, ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് തെറ്റുപറ്റി, സിഖ് കൂട്ടക്കൊല, സിഖ് കലാപം, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ 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 കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. അപ്പോൾ അവിടെ ശ്രീരാമനെതിരായിട്ടൊരു പരാമർശവും നടത്തി, ശ്രീരാമൻ മിത്താണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ തോതിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ സിഖുകാരെ കുറിച്ച് അല്ലെങ്കിൽ സിഖ് ജനതയുടെ ഉന്നതിയെക്കുറിച്ച് പറയാൻ എന്താണ് അർഹത എന്നുള്ളൊരു തരത്തിൽ സംസാരം വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞത് സിഖുകാരുടെ ഈ ടർബൻ, തലപ്പാവ്, അതുപോലെ ഈ കടാരി, അവരുടെ ആ വേഷവിധാനം ഉണ്ടല്ലോ, ആ മതപരമായൊരു വേഷവിധാനമാണ്. അപ്പോൾ താടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനെ അതൊക്കെ സംരക്ഷിക്കാൻ, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനും ഈ തലപ്പാവ് ധരിക്കുന്നത് സംരക്ഷിക്കാനും കട കൊണ്ട് നടക്കാനോ സമ്മതിക്കുന്നതിനും അതുപോലെ തന്നെ ഗുരുദ്വാരകൾ പോകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇന്ത്യയിൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നത് എന്ന്. അത് തന്നെ എന്തൊരു വലിയ മൗഢ്യമാണ്. ഈ പറയുന്നത് പോലെ അതിനെന്തെങ്കിലും ഒരു തരത്തിലൊരു പ്രശ്നമുണ്ടോ? ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിനോ വിശ്വസിക്കാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ലേ? അതാരെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഈ ഉമ്മാക്കി കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഈ വിദ്യാർത്ഥി പറഞ്ഞു, ഇത് മറുപടിയായിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പാണ്, നിങ്ങൾ അകത്തൊന്ന് പുറത്ത് വേറൊന്ന് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും സിഖ് സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾ കണ്ടോളൂ, ഈ പഞ്ചാബിലും BJP അധികാരത്തിലെത്തും, അത് അധികം വിദൂരമല്ല അതിനുള്ള കാലം എന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഞെട്ടിപ്പോയി. കാരണം ആ വിദ്യാർത്ഥി BJPയുടെ ആരുമല്ല, അവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പൊള്ളത്തരങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധിക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല, പഞ്ചാബിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ BJP അടിവെച്ച് പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടും ഇപ്പോൾ ഒരു നല്ല നേതാവ് BJPക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ്, റെയിൽവേ, വ്യവസായം എന്നീ വകുപ്പുകളിൽ സഹമന്ത്രിയാണ്. രവനീത് സിംഗ് ബിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ് വിട്ടിട്ട് ഒരുപാട് പേർ BJPയിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം വന്ന ഒരാളാണ്. നേരത്തെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് തന്നെ നിന്ന് ജയിച്ച് ലോക്സഭയിലും ഒക്കെ ജയിച്ച ആളാണ്. ഒരു പഴയ അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ബിയാൻ സിംഗ്, ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് ഈ കോൺഗ്രസ് നേതാവ്, ഈ രവനീത് സിംഗ് ബിട്ടു. ഇന്നിപ്പോൾ ബിട്ടുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ BJP കൃത്യമായിട്ടൊരു സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാക്കി പാർട്ടി നല്ല രീതിയിൽ മുന്നേറി വരുന്നു. നമ്മളെ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ കണ്ടതുപോലെ പഞ്ചാബിലും BJPക്ക് വേരോട്ടം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. മുമ്പ് തന്നെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരും ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ഇന്ന് BJP പാളയത്തിലാണുള്ളത്. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബ് ഭരിക്കുന്നത്. നമുക്കറിയാം അവിടുത്തെ ലോ ആൻഡ് ഓർഡറും മറ്റ് വിഷയങ്ങളും എല്ലാം ക്രമസമാധാന നിലയൊക്കെ തകർന്നിരിക്കുകയാണ്. വലിയ തോതിൽ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. ആ ഒരു ഗ്യാപ്പിലേക്കാണ് അവിടെ BJP വളർന്നു കയറുന്നത്. BJPക്ക് നല്ല വേരോട്ടം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് പ്രത്യേകിച്ചും ഈ രവനീത് സിംഗ് ബിട്ടുവിൻ്റെ നേതൃത്വത്തിൽ, വളരെ ചെറുപ്പക്കാരനാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ BJP അവിടെ മുന്നേറും എന്ന് യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംവാദത്തിൽ ആ വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിക്ക് നേരെ, മുൻകാലങ്ങളിലും BJP യുടെ സഖ്യമായി NDA സർക്കാർ ഭരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അതെ, അകാലിദൾ നാം തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഒരു സഖ്യം അടിയന്തരമായി തന്നെ ചിലപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അകാലിദളും BJPയും തമ്മിലൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അകാലിദൾ ഇപ്പോൾ വലിയ
ഒരു മുന്നേറ്റത്തിലല്ല. അകാലിദൾ വലിയ പ്രതിരോധത്തിലാണ്. അവർക്ക് വിചാരിച്ച അത്രയും സീറ്റുകൾ നേടാൻ പഞ്ചാബിൽ സാധിച്ചില്ല. അവിടെ ഒരു ശരിക്കും ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ തവണ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ അകാലിദൾ BJP ആ NDA സഖ്യം വളരെ കരുത്തുറ്റ ഒരു സഖ്യമായി മാറുകയാണെങ്കിൽ അവിടെ ശക്തമായ ത്രികോണ മത്സരം വരും. അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ക്ഷീണിപ്പിക്കും. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗ് ചന്നിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, ബാലാക്കോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈനികരെ മുഴുവൻ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്ന തരത്തിലായിപ്പോയി. ലക്ഷക്കണക്കിന് സൈനികർ ജീവിക്കുന്ന മണ്ണാണ് പഞ്ചാബ്. അപ്പോൾ അവരെല്ലാം അപമാനിക്കുന്നത് തുല്യമാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. തീർച്ചയായിട്ടും പഞ്ചാബിൽ സിഖ് റെജിമെന്റിന്റെ കേന്ദ്രം പഞ്ചാബാണ്. അത് അവരുടെ ആ പോരാട്ട വീര്യം അത് ബ്രിട്ടീഷുകാർക്ക് ഉൾപ്പെടെ എതിർത്ത് നിന്ന അവരുടെ ആ പോരാട്ട വീര്യം ആവാഹിച്ചെടുത്ത ഒരു റെജിമെൻ്റാണ് സിഖ് റെജിമെൻറ്റ്. അതുപോലെ തന്നെ സിഖുകാർ ഒരുപാട് പേര് രാജ്യത്തെ വിവിധ റെജിമെൻറ്റുകളിലായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അർദ്ധ സൈനിക വിഭാഗത്തിൽ അവരുണ്ട്. അവർക്ക് അവരുടെ മതപരമായ ചിഹ്നങ്ങൾ സംരക്ഷിച്ച് സൈന്യത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പഞ്ചാബിൽ വലിയ രാജ്യസ്നേഹികളുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ്. പക്ഷേ ഈ ചന്നിയുടെ ഈ വികടത്തരം, ഈ വിടുവായത്തരം പഞ്ചാബിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകുമെന്ന് തീർച്ചയാണ്. കാരണം പഞ്ചാബിലെ പപ്പു ആയിരിക്കുമല്ലോ ചന്നി. അത് ഏതാണ്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഡൽഹിയിൽ ഒരു പപ്പു ഉണ്ടെങ്കിൽ പഞ്ചാബിൽ മറ്റൊരു പപ്പു, അത് ചന്നിയാണ്. എന്തായാലും ചന്നിയുടെ നേതൃത്വത്തിലാണല്ലോ ഭരണം കൊണ്ടുപോയി ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ കൊടുത്തത്. അത് ഈ ചന്നിയെ കാരണം വർഷങ്ങളായി തന്നെ അവിടെ മുൻപ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് 10 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സർക്കാരിനെ അട്ടിമറിച്ചാണ് വലിയ രീതിയിൽ കോൺഗ്രസ്. അത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നല്ല രീതിയിൽ ജനകീയ സമരങ്ങളെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം പണിയെടുത്ത് ഒരു സർക്കാർ രൂപീകരിച്ചപ്പോൾ അവസാനം വന്നത് അത് അവിടെ നിന്ന് സിദ്ധുവിൻ്റെ കയ്യിൽ പോയി, സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് ചന്നിയിലേക്ക് വന്നു. പഞ്ചാബിലെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി ചൂണ്ടിക്കാണിച്ച കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. പഞ്ചാബിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവ് ഒരു അസാധ്യമാണ് എന്നുള്ള ഒരു വികാരം അവിടെ പൊതുവെ ഉണ്ട്. പക്ഷേ അവിടെ മറുഭാഗത്ത് BJP പറയുന്നത് പോലെ പതുക്കെ കൃത്യമായി സംഘടനാ സംവിധാനം ഉണ്ടാക്കി BJP പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് ഈ രവനീത് സിംഗ് ബിട്ടുവിൻ്റെ നേതൃത്വത്തിൽ, തദ്ദേശീയനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് BJPക്ക് മുന്നേറാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയായിരിക്കും ആ വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. പഞ്ചാബിൽ നിങ്ങൾ നോക്കിക്കോളൂ, പഞ്ചാബ് വൈകാതെ BJP ഭരിക്കും. അല്ല, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ BJPയുടെ വിജയം അവർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകും. കാരണം AAPയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഡൽഹി മോഡൽ തന്നെ പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും മികച്ച വിജയം BJPക്ക് നേടാനായി. അത് കൃത്യമായിട്ടും ഒരു RSS പിന്തുണയോടുകൂടി കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി, കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തി, കാലങ്ങൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിച്ച് വേണ്ടതെല്ലാം ചെയ്ത് BJP അവിടെ അധികാരത്തിൽ കയറി. അത് ആ ഹരിയാനയിലെ ആ വിജയം പഞ്ചാബിലേക്കും കൂടി വ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ വിജയവും BJPക്ക് അവിടെ വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ അവിടെ പഞ്ചാബും BJP ഭരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ആ വിദ്യാർത്ഥി സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്വന്തം പിടിപ്പുകേട് കൊണ്ട് ഈ പറയുന്നത് പോലെ പഞ്ചാബിനെയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൈവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അവർക്കൊരു മടക്കം, ഒരു തിരിച്ചുവരവ്, പഞ്ചാബിൻ്റെ അധികാരം കൈയാളുന്നതിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തായാലും അവിടെ ഭാവിയിൽ ഒരു ആം ആദ്മി പാർട്ടി BJP പോര് ആണ് ഉണ്ടാകാൻ പോകുന്നത്, ഒരു മത്സരമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.